അപ്പോൾ അത് നോക്കി ഇങ്ങനെ നടക്കട്ടെ ആളുകൾ. ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഏതാണെന്നുള്ള 60 ഇങ്ങനെ പോയാൽ പോരല്ലോ, എന്താ തിന്ന് കുടിക്കൊക്കെ വേണ്ടേ. എന്തായാലും ഒരു അടിപൊളി ഏരിയ കേട്ടോ. അത് നല്ല വീതിയുള്ള എല്ലാത്തിനും ഒരു സൗകര്യമുള്ളൊരു ഏരിയ. ഇങ്ങനെ ആയിരിക്കണം റോഡുകൾ. ഇപ്പോൾ ഇതുപോലെ സർവീസ് റോഡാണെന്നുണ്ടെങ്കിൽ വേണ്ടാതെ 60 മുകളിൽ കാര്യം കയറില്ല കേട്ടോ. സർവീസ് റോഡ് ഒരു ലൈന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പുറത്തേക്ക് വരുന്നത് ഡ്രെയിനേജാണ്. അപ്പം കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് സർവീസ് റോഡ്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളത് ഒരു അടിപൊളി വിശേഷം കേട്ടോ. നമ്മുടെ 6 വരിപ്പാതയിൽ നിർബന്ധമായിട്ടും ചില കാര്യങ്ങൾ വേണ്ടതുണ്ട്. അതിലൊരു കാര്യം കേട്ടോ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോഹിന്നൂർ ഭാഗത്തുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ 6 വരിപ്പാതയിൽ ഞാൻ വടകര മുതൽ വളാഞ്ചേരി വരെ സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മുടെ ലോറികൾക്കൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് വലിയ വലിയ വാഹനങ്ങൾ ലോങ് ട്രിപ്പൊക്കെ അടിച്ച് വരുന്ന വാഹനങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ, അത് 6 വരിപ്പാതയിൽ നിർബന്ധമായിട്ടും വേണ്ട കാര്യം കേട്ടോ. അത് ഓരോ 50 കിലോമീറ്റർ വിട്ടിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടോൾ ഗേറ്റിലൊക്കെ ഇവർ സ്റ്റോപ്പ് ചെയ്യുന്ന കാഴ്ച കേട്ടോ കാണുന്നത്. ടോൾ ഗേറ്റിലും അതിനുള്ള സൗകര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കോഹിന്നൂർ ഭാഗത്താട്ടോ. കോഹിന്നൂർ ഭാഗത്ത് 6 വരിപ്പാത പോകണുണ്ട് നിങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് കൂടി ആ പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടി കേട്ടോ 3 വരി, ഇതാ 3 വരി അപ്പുറം. അതിന് ശേഷം ഇതാ ഇവിടെ എത്ര ഏരിയ ഉള്ളത് അറിയോ. ഇപ്പം തന്നെ അവിടെ വാഹനങ്ങൾ കുറേ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അത് ലോങ് ഇല്ല കേട്ടോ. ഏകദേശം ഒരു 200 മീറ്റർ നീളത്തിൽ വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഇനി അത് കൂടാതെ ഇവിടെ ഇനിയും ഒരുപാട് സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇനി ടാറിങ്ങൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് വാഹനങ്ങൾക്ക് ഇവിടെ നിർത്താനുള്ള സാധ്യത ഉണ്ട്. നിർത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പക്ഷെ ലോങ് ഇവിടെയൊക്കെ നല്ലൊരു ഹോട്ടലുണ്ടെങ്കിൽ സംഭവം ഉഷാറായി കേട്ടോ. ഹോട്ടലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ എവിടെയെങ്കിലും തുടങ്ങിക്കോളി, അടിപൊളിയായിരിക്കും. ഇവിടെയൊക്കെ ഒരു പാർക്കിംഗ് ഉള്ള ഏരിയയിലാവുമ്പോൾ നല്ല അടിപൊളി ഒരു കച്ചവടം ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് സാധ്യത. എന്താ വെച്ചാൽ നമ്മുടെ 6 വരിപ്പാതയിലൂടെ പോകുന്ന വാഹനങ്ങളെ സ്പീഡിൽ അങ്ങനെ പോവല്ലേ. ഇവർക്ക് സർവീസ് റോഡിലേക്ക് കയറിയിട്ട് ഇവർ ഹോട്ടലിൻ്റെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരേണ്ട വലിയ വാഹനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. 6 വരിപ്പാതൻ്റെ സൈഡിൽ എന്തായാലും വലിയ വാഹനങ്ങൾക്ക് നിർത്താൻ പാടില്ല കേട്ടോ. അതിനൊക്കെ നല്ല ഫൈൻ അവിടെ കിട്ടും. അപ്പം ഈ ചില മെർജിങ് പോയിന്റുകൾ അതിന് കണക്കായിട്ട് ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ ഒരു കറക്റ്റ് ഒരു ഏരിയയിൽ ഒരു ഹോട്ടലുണ്ട്, മെർജിങ് പോയിൻ്റ് മുമ്പിലായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നല്ല ആളുകൾ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കി ഇങ്ങനെ നടക്കട്ടെ ആളുകൾ. ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഏതാണെന്നുള്ള 6 വരിപ്പാതയിൽ ഇങ്ങനെ പോയാൽ പോരല്ലോ, എന്താ തിന്ന് കുടിക്കൊക്കെ വേണ്ടേ. പിന്നെ അതുപോലെ ബാത്റൂം സൗകര്യം ഇവിടെ ബാത്റൂം സൗകര്യം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ വെള്ളമൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അതൊക്കെ അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് 6 വരിപ്പാതയിൽ നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ നമ്മുടെ ടോൾ ഗേറ്റിലും അവിടെയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ടോൾ ഗേറ്റ് 50 കിലോമീറ്റർ വിട്ടിട്ട് ടോൾ ഗേറ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാത്റൂം സൗകര്യത്തിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ടോൾ ഗേറ്റിൻ്റെ അടുത്തെവിടെയെങ്കിലൊക്കെ ഹോട്ടലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യം ഉണ്ടാവും. പിന്നെ ഈ വലിയ വലിയ വാഹനങ്ങളൊക്കെ അവർ വെച്ചുണ്ടാക്കി വരുന്ന ആളുകളായിരിക്കും. പിന്നെ കാറുകളൊക്കെ ഹോട്ടല് മെർജിങ് പോയിന്റിലൂടെ ഇറങ്ങി യൂട്ടേണൊക്കെ അടിച്ച് വരേണ്ട ഗതികേടൊക്കെ ഉണ്ടാകും. ഹോട്ടൽ കണ്ടാൽ പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, വിശപ്പ് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യും. എന്തായാലും എക്സിറ്റ് അടിക്കേണ്ടടുത്ത് എൻട്രി അടിക്കരുത്, എൻട്രി അടിക്കേണ്ടടുത്ത് എക്സിറ്റ് അടിക്കരുത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇപ്പോൾ ഈ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ വന്നതാണ് കേട്ടോ. എന്താ വെച്ചാൽ കുറേ ദിവസമായി ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു, ചെറിയൊരു വീഡിയോ. അപ്പം നമ്മുടെ 6 വരിപ്പാതയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പം ഇങ്ങനെ നിർത്തിയിരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട്, വലിയ വലിയ വാഹനങ്ങൾ. പിന്നെ പെട്രോൾ അടിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മുടെ 6 വരിപ്പാതയിലുണ്ട് കേട്ടോ. അതൊക്കെ സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് വേണം. പിന്നെ ഇതുപോലുള്ള വലിയ വലിയ വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ സർവീസ് റോഡ് മൊത്തം അങ്ങനെ ബ്ലോക്ക് ആവും കേട്ടോ. എന്തായാലും ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് നിങ്ങൾ എന്തൊരു വീതിയല്ലേ.
എടാ ഇതുപോലെ ആയിരിക്കണം കേട്ടോ സർവീസ് റോഡ്, ഇതുപോലെ ആയിരിക്കണം. പക്ഷെ ആകെ 44 മീറ്ററും ഉണ്ട്, 6 വരിപ്പാതയും വേണം, സർവീസ് റോഡും വേണം. ഒക്കെ കൂടി ശരിക്കും 66 മീറ്ററോ 60 മീറ്ററിൻ്റെ വീതിയാണ് ശരിക്കും നല്ലൊരു 6 വരിപ്പാത പണിഞ്ഞ് സർവീസ് റോഡൊക്കെ പണിയണമെങ്കിൽ. എന്താണ് കളി ഈ 2 വരി പാത തന്നെ 8 മീറ്ററോളം വീതിയുള്ള 2 വരി ലൈന്, അതിന് ശേഷം അതേപോലെ 2 മീറ്ററോളം വീതിയിൽ ഒരു 7 മീറ്റർ, അതിന് മൊത്തത്തിൽ ഒരു 9 മീറ്റർ ഉണ്ടാവും. 9 മീറ്റർ ഡ്രെയിനേജൊക്കെ വേറെ തന്നെ കേട്ടോ, ഡ്രെയിനേജിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ സൈഡാക്കി ഓവർടേക്ക് ചെയ്യേണ്ട വാഹനങ്ങൾക്ക് ഉഷാറായിട്ട് പോകാം. ഈ ഡ്രെയിനേജിൻ്റെ സ്ലാബുകളൊക്കെ വളരെ ദയനീയ കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടിയൊക്കെ വാഹനങ്ങൾ പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ മെല്ലെ ഉറ്റി കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ഒരുപാട് പൊങ്ങിയും താന്നൊക്കെ കിടക്കുന്ന പ്രശ്നം കേട്ടോ. ഇവിടെ അതുപോലെ ഫുട്പാത്ത് അതും ഉഷാറായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ എന്തായാലും പണ്ട് മുതലേ നല്ലൊരു വീതിയുള്ള സ്ഥലമായിരിക്കും അല്ലേ. ഇവിടെയൊക്കെ കുറച്ചൊരു ഒഴിഞ്ഞ ഒരു ഏരിയ ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ ഹൈവേ പോണ സമയത്ത്. അതൊക്കെ അവർ ഇതിൽ പെടുത്തിയൊക്കെ യൂസ് ചെയ്തു. എന്തായാലും ഒരു അടിപൊളി ഏരിയ കേട്ടോ അത്, നല്ല വീതിയുള്ള എല്ലാത്തിനും ഒരു സൗകര്യമുള്ളൊരു ഏരിയ. ഇങ്ങനെ ആയിരിക്കണം റോഡുകൾ. ഇപ്പോൾ ഇതുപോലെ സർവീസ് റോഡാണെന്നുണ്ടെങ്കിൽ വേണ്ടാതെ 6 വരിപ്പാതൻ്റെ മുകളിൽ ആരും കയറില്ല കേട്ടോ. സർവീസ് റോഡ് ഒരു ലൈന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പുറത്തേക്ക് വരുന്നത് ഡ്രെയിനേജാണ്. അപ്പം കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പം പെട്ടെന്ന് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് സർവീസ് റോഡ്. എന്തായാലും നോക്കി കാണാം, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് ഈ ഭാഗത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.